ശരിയല്ലേ? എനിക്ക് തോന്നേ ചുക്ക് കാപ്പി. ഹലോ ഗായ്സ്, Canal boys. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് നമ്മുടെ ഈ റോഡ് ട്രിപ്പിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഗ്ലെനിഫ്. നല്ല വെട്ടം, അങ്ങനെയല്ല, ഗ്ലെനിഫ് ഹോഴ്സ് ഷോ. ഈ ബാക്കിലുള്ള വ്യൂ കണ്ട സുഹൃത്തുക്കളെ, എന്താണ് സ്വർഗത്തിനും ഭൂമിയിലും ഇടയ്ക്കുള്ള അതിമനോഹരമായ സ്ഥലം. ഇതാണ് നമ്മുടെ ചുറ്റും കാണുന്ന, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ സമയം ഇപ്പോൾ 8:31. നമ്മൾ 5:20 ഇറങ്ങി. സങ്കടമായി തപ്പി നടന്നു. നഖം പശ കിട്ടും, നഖം വേസ്റ്റ് ബാസ്കറ്റിലിട്ട് പശ കിട്ടോ. പുതിയ പേരെന്തായിരുന്നു? ഏത് കൗണ്ടിയില്ല? അങ്ങനെ ഇന്ന കണ്ടില്ല. ഓരോ പാട്ടിനായിട്ട് ആദ്യം കളിക്കും. സജന ഇടയ്ക്ക് രജനീകാന്ത് അങ്ങനെ വീട്ടുകളേതാ മെന്റൽ ആശുപത്രിയിൽ നിന്ന് വന്നാണോ വിചാരിക്കും. നമ്മളിവിടുന്ന് നല്ല വീട്ടിൽ നിന്ന് നമ്മൾ നല്ല ചുക്ക് കാപ്പി നമ്മള് കൗണ്ടിക്കട. ഏത് കൗണ്ടിയാ? മാതേമാറ കൗണ്ടിയാ? നമ്മള് കൗണ്ടി കടയിൽ നിന്ന് വാങ്ങിയ ക്രിസാൻ. എന്താ സജു എങ്ങനെയുണ്ട് കൗണ്ടിയിലെ? സ്മേ എങ്ങനെയുണ്ട് കൗണ്ടികളുടെ? കൗണ്ടി കളയുന്നില്ല, ലാസ്റ്റ് പെട്ട അവസാനത്തെ കൗണ്ടി. അങ്ങനെ ചുക്ക് കാപ്പിയും ബണ്ണും ഒക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ, സജുവിന്റെ ആ പെർഫോമൻസിൽ നിന്ന് ആ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ആക്ച്വലി 3ാമത്തെ ഡെസ്റ്റിനേഷൻ. 2ാമത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് പാളി. അല്ല, 2ാമല്ല, വാട്ടർഫോള്. 2ാമത്തെ ഡെസ്റ്റിനേഷൻ നമുക്ക് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വെള്ളമില്ലായിരുന്നു, ഡ്രൈ ആയിട്ട് കിടക്കാന്ന് പറഞ്ഞു. ശരിയല്ലേ? എനിക്ക് തോന്നേ എന്താ ഉള്ളത്. പ്രായം എത്രയായാലും ഐസ്ക്രീം വണ്ടി കണ്ടാൽ ഒരു സൈഡ് വലിവാണ്. ക്ലിഫ്സ് ഓഫ് മൊഹറിനേക്കാൾ 3 മടങ്ങ് ഉയരമുള്ള സ്ലീവ് ലീഫ് യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള സീ ക്ലിഫ്സ് ആണെന്ന് പറയാം. ഇതിന് ഏകദേശം 600 മീറ്ററോളം ഉയരമുണ്ട്. ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഫോട്ടോഗ്രാഫേഴ്സിനും പറ്റിയൊരു സ്പോട്ടാണിത്. ആളുകളൊക്കെ നടന്ന് ആ മലയുടെ ടോപ്പ് വരെ പോകുന്നുണ്ട്. പക്ഷേ വേറെ സ്ഥലങ്ങളും കവർ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ അതിന് നിന്നില്ല. അങ്ങനെ ഇവിടെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു പുള്ളിയുടെ പാട്ട് കേട്ടത്. When I was just a boy. Okay. Oh, nice. Guys, enjoy your walk. Just be careful. ഇവിടേക്ക് വരാൻ തൊട്ട് താഴെ ഒരു ചെറിയ കാർ പാർക്കിംഗ് സ്പേസേ ഉള്ളൂ. അത് മിക്കവാറും ഫുള്ളായിരിക്കും. അവിടെ നിന്ന് മുകളിലേക്ക് നടക്കാനാണെങ്കിലോ നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെ വിസിറ്റിംഗ് സെന്ററിൽ കാർ ഫ്രീ ആയി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഷട്ടിൽ ബസ്സിലാണ് ഞങ്ങൾ മുകളിലേക്ക് വന്നത്. ഒരാൾക്ക് €9 ബസ് ടിക്കറ്റ് പ്രൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ബസ് തിരിച്ചു. നമുക്ക് അവിടെ പോയി ബസ് കയറാൻ അടുത്ത കൗണ്ടി നേരത്തെ പോകേണ്ടതുണ്ട്. ഇവിടെ കുറെ കൗണ്ടികൾ ഞാൻ കാണുന്നുണ്ട്. കൈ കാണിച്ചാൽ നിർത്തുവോ? സജോ ഒന്ന് കൈ കാണിച്ചു നോക്കോ? അതവിടെ റിവേഴ്സ് എടുത്തിടുക അവിടെ.
ഞങ്ങള് നടേന്നാണ്. കുറച്ച് നാടേണ. നടേൻ. നീലച്ചടയനാ? അത് നീലക്കുയിലിന്റെ അനിയൻ. നീലക്കുയിലൻ. എടാ നീലക്കുയിൽ ഇങ്ങനെ തൊപ്പി വെച്ചിട്ടാ മതിയോ? അതേടാ, അതാ ഞാനിപ്പോ ഓർത്തത്. ആണോ? ആ, അതെ. അതുവഴിയൊക്കെ കുറച്ചു നേരം കറങ്ങി നടന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത ബസ്